പിതാവേ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീസസ് യൂത്തിൻ്റെ കെയ്റോസ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ സഭയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പിതാവിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സഭ എന്ന് പറയുമ്പം ഇപ്പോഴും നമ്മുടെ അൽമാരുടെ ഇടയിൽ കുറച്ച് മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ഇതാണ് സഭ എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വരുന്നൊരു പിക്ചർ. അപ്പം സഭ എന്താണെന്ന് പിതാവ് എന്നൊരു ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ ചെറുപ്പക്കാരൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണ്, പക്ഷേ സഭയെ അത്ര താല്പര്യമില്ല. വി ആർ ഫോർ ക്രൈസ്റ്റ് ബട്ട് നോട്ട് ഫോർ ചേർച്ച്. അപ്പം ഞാൻ അവരോട് സാവകാശം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഈശോയെ ഇഷ്ടമാണ്, സഭയോട് അത്ര താല്പര്യമില്ല എന്ന് പറയുന്നവർക്ക് ഈശോ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. കാരണം ഈശോ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനാണ്, അവിടുന്ന് അനാദി മുതലേ ഉള്ള ആളാണ്. അല്ലാതെ ആ നസ്രത്തിൽ ജനിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത 33 വർഷമല്ല ഈശോയുടെ ജീവിതം. ഈശോ അനാദി മുതലേ ഉണ്ട്. ഈശോയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു നസ്രത്തിലെ ജനനവും അതുപോലെ ഈശോയുടെ പരസ്യ ജീവിതവും അവസാനം കാൽവരിയും മരണവും ഉത്ഥാനവും എല്ലാം. അത് കഴിഞ്ഞിട്ട് ഈശോ എവിടെ പോയി? ഈശോ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അത് കഴിഞ്ഞിട്ട് ഈശോ എന്താ ചെയ്തത്? അവിടെയാണ് നമ്മൾ സഭയെ കണ്ടെത്തുന്നത്. പന്തക്കുസ്താ ദിനത്തിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു, അതാണ് സഭ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ ആ രീതിയിൽ സഭയെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സാരമായ സംശയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈശോയെ എവിടെ കണ്ടെത്താൻ പറ്റും? ഈശോ എന്ന് പറയുന്നത് കാൽവരിയിൽ മരിച്ചുപോയ അല്ലെങ്കിൽ മരണം വരിച്ച ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈശോ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈശോ എനിക്ക് എവിടെയാണ് തൊട്ടറിയാവുന്നത്? സഭയിലാണ്. അതെങ്ങനെയാണ്? കൂദാശകളിലൂടെയാണ്. അപ്പോൾ എൻ്റെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായിട്ട് ഈശോ കടന്നു വരികയാണ്. അത് സഭയിൽ എനിക്ക് കൂദാശയിലൂടെ ലഭിക്കുകയാണ് ഈശോയെ. അപ്പോൾ സഭയെന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ്. ഈശോ ഇന്ന് എങ്ങനെയാണ് കാണപ്പെടുന്നത്? സഭയിലൂടെയാണ് കാണപ്പെടുന്നത്. അതെങ്ങനെയാണ്? കൂദാശകളിലൂടെ നമുക്ക് ഈശോയെ തൊട്ടറിയാനായിട്ട് പറ്റും. അങ്ങനെ ഈശോയുടെ തുടർച്ചയായിട്ട് നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുകയാണ് സഭയുടെ ദൗത്യം. ഇനി അതെങ്ങനെ, ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണ് സഭ ഈശോയുടെ തുടർച്ചയാണെന്ന് പറയുന്നത്? സഭ മുഴുവൻ മനുഷ്യരല്ലേ? ഈ പറഞ്ഞ പോലെ മെത്രാന്മാരും കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അല്ലേ ഉള്ളൂ. ഇവരെല്ലാം അങ്ങനെ വലിയ പരിപൂർണരൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോ എന്ത് ചെയ്തോ ആ ദൗത്യങ്ങളെല്ലാം ഇന്ന് സഭയും തുടരുകയാണ്. ഉദാഹരണത്തിന് ഈശോ ചെയ്തത് എന്താണ്? ആദ്യമായിട്ട് വചനം പ്രഘോഷിച്ചു, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പ്രഘോഷിച്ചു. അത് തന്നെ സഭ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അനവരതം വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് ഈശോ ചെയ്തത് എന്താണ്? അവിടുന്ന് തൻ്റെ ജീവൻ അർപ്പിച്ച് ലോകത്തെ മുഴുവൻ രക്ഷിച്ചു. ആ രക്ഷണീയ കർമ്മം ഇന്നത്തെ ജനത്തിന് അനുഭവവേദ്യമാക്കാൻ കൂദാശകളിലൂടെ സഭ ആ രക്ഷണീയ കർമ്മം തുടരുന്നു. മൂന്നാമതായിട്ട് ഈശോ ചെയ്തത് എന്താണ്? ഈശോ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സഭയാണ്. നമുക്കതിൽ അഭിമാനിക്കാം. ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളെ നെഞ്ചോട് ചേർത്ത് അവരെ പരിചരിക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരാണ്, നമ്മുടെ അൽമായ സഹോദരങ്ങൾ, നമ്മുടെ വൈദികരാണ്. അതുപോലെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളാണെങ്കിലും, ശാരീരിക വൈകല്യം വന്ന കുഞ്ഞുങ്ങളാണെങ്കിലും, കുടുംബത്തിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിലും, ഉപേക്ഷിക്കപ്പെട്ടവ എല്ലാവർക്കും സഭയുടെ മടിത്തട്ടിൽ വലിയ ഒരു സ്വാഗതമുണ്ട്. ഈശോ എന്ത് ചെയ്തോ അത് തന്നെ ഈശോ സഭയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സഭയെന്ന് പറയുന്നത് കുറേ മനുഷ്യർ മാത്രമായിട്ട് കരുതുന്നത് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ്. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. സഭ ഈശോയുടെ തുടർച്ചയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സഭയെ മനസ്സിലാക്കേണ്ടത്. പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ സഭയെ നമ്മളൊരു കാറ്റീസം പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചാൽ ഈശോയെ ഇപ്പോൾ എവിടെ കാണാൻ പറ്റും? ദിവ്യകാരുണ്യത്തിൽ അല്ല, സക്രാരിയിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റും. അതിലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഈശോ സ്വർഗത്തിൽ, അതിലപ്പുറത്തേക്ക് ഈ സഭയിൽ ഈശോയെ കാണാം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല എന്ന്. അത് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ്. സഭയെന്ന് പറയുന്നത് ഒരു മാനുഷിക ഘടന മാത്രമാക്കി നമ്മളങ്ങ് മാറ്റി. മാർപ്പാപ്പായും മെത്രാന്മാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും തീർന്നു.
പക്ഷേ ഇനിയും കുറച്ച് പേര് അൽമായരും. അപ്പം ഇങ്ങനെ വിവിധ തട്ടുകളിൽ ആൾക്കാരെ കാണും. ഇതൊന്നുമല്ല, സഭയെന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. പൗലോസ്ലീഹ ആവർത്തിച്ച് പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, ക്രിസ്തുവാണ് ഈ ശരീരത്തിൻ്റെ ശിരസ്, നിങ്ങൾ അവയവങ്ങൾ. ഇതാണ് സഭ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ക്രിസ്തുവായി മാറുന്നത് സഭയിലൂടെയാണ്. സഭയിലൂടെ 7 കൂദാശകളുണ്ട്, സഭയ്ക്ക് അതിൻ്റെതായ ഘടനകളുണ്ട്. അപ്പോൾ ഈ മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും എന്നൊക്കെ പറയുന്ന ഈ ഘടന, ഇത് അധികാരത്തിൻ്റെ ഘടന മാത്രമല്ല. നിങ്ങൾക്കറിയാം, അച്ഛന്മാർക്കും മെത്രാന്മാർക്കും എന്നാ അധികാരമുള്ളത്? പിന്നെ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒന്നും അധികാരം ഒരു മെത്രാനും ഇല്ല, ഒരു വൈദികനും ഇല്ല. വൈദികർക്കും അച്ഛന്മാർക്കും മെത്രാന്മാർക്കും അധികാരമുള്ളത് സാധാരണമേനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഘടന നൽകപ്പെട്ടിരിക്കുന്നത് മാർപ്പാപ്പായും മെത്രാന്മാരും? ഈ സഭ ഈശോയുടെ 2ാമത്തെ ആഗമനം വരെ നിലനിൽക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായ ഘടനയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഥനില്ലാത്ത കളരി പോലെ ഈ സഭ ആളില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു നേതൃത്വമില്ലാതെ അത് ഇല്ലാതായി പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവദത്തമായ ഒരു ഘടനയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചുമ്മാതെ മാനുഷികമായ അധികാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം കാണരുത്. ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് പട്ടാളം ഉണ്ടോ? ഇല്ല. പക്ഷേ മാർപ്പാപ്പയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർപ്പാപ്പ വരുമ്പോൾ ലോക നേതാക്കളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ തലവനായതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ ആ ജീവിത വിശുദ്ധിയും ധാർമ്മികമായ ആ ഒരു അധികാരം, ധാർമ്മികമായ ഒരു മോറൽ പവർ അദ്ദേഹത്തിനുണ്ട്. അതാണ്. അപ്പോൾ സഭയെ നമ്മൾ കാണേണ്ടത് ആ രീതിയിലാണ്. പിന്നെ നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാകും, സഭയ്ക്ക് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളിലൂടെ സഭ ശ്രമിച്ചത് എന്താണ്? ഈ ദൈവസ്നേഹം പൊതുസമൂഹത്തിന് കൊടുക്കാൻ. ഉദാഹരണത്തിന്, നമ്മുടെ സഭ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്നെങ്ങനെ ആകുമായിരുന്നു? അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെയോ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്കൂളുകൾ, കോളേജുകൾ, അവർക്ക് എന്നാത്തിൻ്റെ കുറവാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഓരോ സ്കൂളും കോളേജും തുടങ്ങാനും നടത്താനും ഈ സഭയും സഭാമക്കളും എന്തേലും കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുത്താണ് നമ്മളെല്ലാം സ്കൂളുകൾ തുടങ്ങിയത്. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം തുടങ്ങിയതെല്ലാം നമ്മുടെ കാരണവന്മാർ അവരുടെ അധ്വാന ഫലം കൊടുത്താണ് ഈ സ്കൂൾ പണിതത്. അവർക്ക് വലിയ സ്വപ്നമാണ്. എന്തിനാ? നമ്മുടെ മക്കളെല്ലാം ഇതിനകത്ത് പഠിക്കണം, നാനാജാതി മതസ്ഥർ വരണം, ഇതിനകത്ത് വന്ന് പഠിക്കണം. അങ്ങനെ സ്ഥാപനങ്ങളിലൂടെ നമ്മൾ സമൂഹത്തെ വളർത്തി. അപ്പോഴും അവിടെ നമ്മൾ സ്വാർത്ഥപരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. നമ്മൾ വളരണമെന്നോ അങ്ങനെയൊന്നും ഓർത്തോടാണ്. നമ്മൾ ശരിക്കും പറയാം, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പം ന്യൂനപക്ഷമായി. നമ്മൾ പള്ളി എല്ലാ പള്ളിക്കൂടം പണിയണമെന്ന് പറയുമ്പോഴും നമ്മളായിരുന്നു പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണിതത് ഒരു കാലഘട്ടത്തില്. അതുകൊണ്ട് അന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സവർണനും അയിത്തമൊന്നും ഇല്ലാതിരുന്ന് പഠിക്കാൻ സാധിച്ചത് നമ്മുടെ വിദ്യാലയങ്ങളിൽ മാത്രമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും ഒരു ചരിത്രത്തിന്റെ ഭാഗമാവോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിലേക്ക് ഇത് അറിയപ്പെടുന്നില്ല എന്ന് ഒരു സംഭവം ഉണ്ട്. അത് ഒരുപക്ഷെ അറിഞ്ഞാലും അവരത് പറയുന്നില്ല. അതാണ് ക്രൈസ്തവ മിഷണറിമാരും കത്തോലിക്ക സഭയുടെ ഓരോ കാലഘട്ടത്തിലുള്ള ഇടപെടലും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനവും കേരളത്തിൻ്റെ പുരോഗതിയും ഒന്നും ഇങ്ങനെയാകുമായിരുന്നില്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിച്ച്നെസ് ആൻഡ് ബ്യൂട്ടി ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറയുമല്ലോ, സഭയുടെ ഒരു സമ്പന്നതയും സൗന്ദര്യവും എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? സഭയുടെ ഒരു സൗന്ദര്യവും അതുപോലെ സമ്പത്തും എന്നൊക്കെ പറയുന്നത്, സഭ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണെങ്കിലും അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പം സഭ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ സഭ വിചാരിച്ചതുപോലെ അങ്ങോട്ട് ശോഭിച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ആ പരാജയങ്ങളിലും കർത്താവിൻ്റെ കുരിശും കർത്താവിൻ്റെ ഇടപെടലും ഒക്കെ ഉണ്ട്. അതാണ് ശരിക്കും സഭയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ശക്തമായിട്ട് ഈ സഭയിലുള്ളത് കൊണ്ട് സഭ എന്നും സമൂഹത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന ഒരു സമൂഹമാണ്. ഇപ്പം നമ്മൾ വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം മാത്രം എടുത്തു നോക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സഭയ്ക്ക് പുരോഗതി ഉണ്ടായെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ വൈദികരും സന്യസ്തരും അവരുടെ ജീവിതമാണ് അവർ കൊടുക്കുന്നത്. അവർ ചെറുപ്രായത്തിലെ അവരുടെ ജീവിതം അവർ കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കൊടുക്കുകയാണ്. അതുപോലെ തങ്ങളുടെ അധ്വാന ഫലം പങ്കുവയ്ക്കാൻ തയ്യാറായ അൽമായ സഹോദരങ്ങൾ അവരും കൊടുക്കുകയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പള്ളിയിൽ നിന്ന് ആർക്കെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന്. നമ്മൾ കൂടുതലും അങ്ങോട്ട് കൊടുക്കുകയാണ്. കൊടുത്ത് അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അതാണ് സഭയുടെ ഒരു മനോഹാരിത. സഭ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്.
അച്ഛന്മാർ മാറി മാറി പോകും, മെത്രാന്മാർ മാറി മാറി വരും, പക്ഷേ സഭയെന്നും സഭയായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് നമ്മുടെ പള്ളികൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മനോഹാരിത അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയെന്ന് പറയുന്നത് പുണ്യവാന്മാരുടെ ഒരു മ്യൂസിയം അല്ല, അത് പാപികളുടെ ഒരു ആശുപത്രിയാണെന്ന് പറയാറുണ്ട്. അവിടെ എല്ലാവർക്കും വരാം, അവിടെ എല്ലാവർക്കും കടന്നു വരാനായിട്ട് സൗകര്യമുണ്ട്. പള്ളികളുടെ ഒരു വാതിലെങ്കിലും തുറന്നിട്ട് ഇട്ടേക്കണമെന്നാണ് നമ്മളെപ്പോഴും പറയുക. കാരണം ആരെങ്കിലുമൊക്കെ ഏത് നേരത്ത് വന്നാലും കയറണം, അവിടെ എല്ലാവർക്കും വന്ന് കയറിയിരിക്കാം. പിന്നെ ആരെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ എല്ലാ ദേവാലയങ്ങളിലും കുമ്പസാരക്കൂടുകൾ തുറന്നിരിക്കുകയാണ്. അങ്ങനെ അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ ഓർമ്മ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒന്നാണ് സഭയെന്ന് പറയുന്നത്. മറ്റൊന്ന്, എവിടെല്ലാം ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടോ, പള്ളിയല്ല വളർന്നത്, ചുറ്റുമുള്ള സമൂഹം വളർന്നിട്ടുണ്ട്. അത് കത്തോലിക്കർക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ നന്മയും ഉണ്ടായിട്ടുണ്ട്. ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശം അങ്ങ് മാറും, അവിടെ ഒരു കേന്ദ്രമാകും. പിന്നെ അവിടെ എല്ലാവർക്കും, അവിടെ സ്കൂളുണ്ടാകും, അവിടെ ഒരു ആശുപത്രി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പൊതുസമൂഹത്തെ വളർത്താൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അനേകരുടെ കൂട്ടായ്മയാണ് നമുക്ക് സഭയിൽ കാണാൻ പറ്റും. പിതാവേ, യുവജനങ്ങളെ സ്നേഹിക്കുന്നവർ, അവരോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ജീസസ് യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കെയ്റോസിൻ്റെ കൂടുതൽ പ്രേക്ഷകരും എന്ന് പറയുന്നതും യൂത്താണ്. ആ യൂത്തിനോടുള്ള സഭയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ യൂത്തിനെ കുറിച്ചുള്ള സഭയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? സഭയ്ക്ക് എപ്പോഴും പ്രതീക്ഷകൾ, എല്ലാവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രത്യേകമായിട്ട് യുവജനങ്ങളെക്കുറിച്ചാണ് സഭയ്ക്കെന്നും പ്രതീക്ഷകളുള്ളത്. കാരണം അവർ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാൽ മാത്രമേ സഭയുള്ളൂ, സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സീറോ മലബാർ സഭയുടെ പല പള്ളികളിലും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി രൂപതകളിലൊക്കെ പോയി ഞാൻ ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരെല്ലാം പള്ളിയിൽ വരുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ പള്ളി അന്വേഷിച്ച് വരുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, അവർ വേദപാഠം നടത്തുന്നു, കുഞ്ഞുങ്ങളെ ഉൾപ്പെടച്ച്. പക്ഷേ അവർക്കെല്ലാം അവരുടെ അടുത്ത ജനറേഷൻ പള്ളിയിൽ വരുമോ, അതൊരു വലിയ പേടിയാണ്. കാരണം അവർ ആ ഒരു കൾച്ചറിൽ വളരുകയാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാർ വല്ലാതെ സെക്കുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ അങ്ങ് വളരുന്നത് കൊണ്ട് അവർക്ക് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ തലമുറയ്ക്ക് കിട്ടിയ അത്രയും ഒരു പിന്തുണ കിട്ടുന്നില്ല എന്നൊരു ആകുലത സഭയ്ക്കുണ്ട്. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ല വിശ്വാസ പരിശീലനം കൊടുക്കുക. പിന്നെ ഇതുപോലെ ജീസസ് യൂത്ത് പോലുള്ള പ്രസ്ഥാനങ്ങൾ, KCYM പോലുള്ള പ്രസ്ഥാനങ്ങൾ, SMYM അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ സഭയോട് ചേർന്ന് നിന്ന് വളരുക. സഭയോട് ചേർന്ന് നിന്നും വളരുമ്പോൾ ഒരു ഗുണം എന്താണ്? അവരുടെ ജീവിതം വഴിതെറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാനൊരു വിദേശ രാജ്യത്ത് മലയാളികളുടെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിതാവേ, ഈ രാജ്യത്തേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, ആ വരുന്നതിലൊരു പകുതിയോളം പേര് ഈ പള്ളി എവിടാന്നൊക്കെ അന്വേഷിച്ച് വന്ന് അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കും. അവർ വേദപാഠം പഠിപ്പിക്കുന്നവരുണ്ടാവും, യൂത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമാകും. എന്നിട്ട് അവർ പറഞ്ഞു, വളരെ സ്വാഭാവികമായിട്ട് അവരോട് പറഞ്ഞു, അവരൊക്കെ പഠനം പൂർത്തിയാക്കുന്നതും നല്ല ജോലി വാങ്ങുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേസമയം ഒരു 50% പേര് അവർക്ക് കിട്ടിയ വല്ലാത്ത സ്വാതന്ത്ര്യം അങ്ങ് ആസ്വദിച്ച് പള്ളിയിലും പോവുകയില്ല, ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയില്ല, അവരങ്ങ് മറ്റൊരു സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്. അതിനകത്ത് കുറച്ച് പേരെ ഈ മലയാളികൾ തന്നെ പിരിവെടുത്ത് 5-6 പേരെ എല്ലാ വർഷവും അവർ നാട്ടിലോട്ട് തിരിച്ചു വിടുമെന്നാണ് പറയുന്നത്. കാരണം ഈ ലഹരിക്ക് അടിപ്പെട്ട് തെറ്റായ കൂട്ടുകെട്ടിൽ പോയി പഠനവും നടക്കുന്നില്ല, പരീക്ഷയില്ല, ഉഴപ്പിത്തിരിഞ്ഞ് ജീവിതം കളയുകയാണ്. അപ്പോൾ അവർ പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യം, ദേവാലയത്തോടുള്ള ഒരു അടുപ്പം യുവജനങ്ങളെ വഴിതെറ്റാതെ പോകാനായിട്ട് സഹായിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ആത്മീയമായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയോജനം പള്ളിക്കോ പട്ടക്കാരനോ അല്ല, മറിച്ച് ഓരോ വ്യക്തിക്കുമാണ്. അവൻ്റെ ജീവിതം പാളം തെറ്റാതെ പോകാൻ സാധിക്കും, നല്ല ശരിയായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആത്മീയമായ ഒരു അടിത്തറ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വലിയ ലക്ഷ്യം. നമ്മുടെ ഈ മക്കൾ നല്ല രീതിയിൽ ഈശോയെ പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. പക്ഷേ നമുക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട് അവരെക്കുറിച്ച്. കാരണം ക്രിസ്തു ആരാണെന്നോ, നമ്മൾ ഒരു പക്ഷേ ഏറ്റവും നല്ല സാർവത്രിക വിദ്യാഭ്യാസം കൊടുത്ത കൂട്ടരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ
ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണമൊക്കെ പഴയതിലും കൂടി വരുന്നു. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെയുള്ളൊരു ചിന്ത. അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവരെ അവരാക്കിയ ഈ വിശ്വാസത്തിൽ തന്നെ അകന്നു പോവുകയാണ് എന്നൊക്കെയുള്ളൊരു ആകുലതയുണ്ട്. പക്ഷേ എങ്കിലും പ്രതീക്ഷയുണ്ട്. കാരണം നല്ല മിടുക്കരായ ചെറുപ്പക്കാർ, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി പേര്, ലോകത്തെവിടെ ചെന്നാലും ആവേശപൂർവ്വം വിശ്വാസം ജീവിക്കുന്നവരെയൊക്കെ കാണാൻ സാധിക്കും. വലിയ സന്തോഷമാണ്. ജീസസ് യൂത്തിൻ്റെ ജാഗോ എന്ന് പറഞ്ഞൊരു നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേ ദൈവവിളിക്ക് പ്രചോദനം കിട്ടിയ കുട്ടികളെ ചോദിച്ചപ്പോൾ ഒരു 2000-നടുത്ത് കുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു ആരാധന കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ വിശ്വാസം കുറയുന്നു എന്ന് പറയുമ്പോഴും അങ്ങനെയും ഒരു വരുന്നുണ്ട് കുറേ പേര്. അതുമെല്ലാം ഇപ്പൊ വരുന്ന എല്ലാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളും ജോലിക്കാരായിട്ടുള്ളവരും. അപ്പം അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും. എന്നോട് കോവിഡ് കഴിഞ്ഞപ്പം ചെറുപ്പക്കാർ പിള്ളേർ പറഞ്ഞു, പിതാവേ കോവിഡ് കഴിയുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ തിരിച്ചു വരുമോ എന്നുള്ളത് 2 കൂട്ടരൊക്കെ സംശയമുള്ളൂ. ഒന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, 2 അച്ഛന്മാർക്ക്. ഞങ്ങൾക്ക് സംശയമില്ല എന്ന് പറഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ ഒത്തിരി മക്കളുണ്ട്. അപ്പോൾ പള്ളിക്ക് ചുറ്റുമാണ് ഇവരുടെ ഒരു ജീവിതം. അതിപ്പോൾ കാണാനില്ല. കാരണം വീട്ടിൽ 2 മക്കളേ ഉള്ളൂ. അവർ 2 പേർക്കുള്ള മുറി വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അവരവിടെ തന്നെ ഒതുങ്ങുകയാണ്. അപ്പോൾ ദേവാലയത്തിന് ചുറ്റുമുള്ള ജീവിതം ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ആത്മീയ ചുറ്റുപാടുകൾ, പരിസരങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ട് പരിശ്രമിക്കണം. മറ്റേത് നമുക്ക് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു സാമീപ്യമൊക്കെ കിട്ടുമായിരുന്നു പള്ളിക്ക് ചുറ്റുമാകുമ്പോൾ. അപ്പം അതില്ല. മൊബൈലൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായി, ഇപ്പം വീട്ടിൽ തന്നെ ആയി പോകുന്നു. അതൊക്കെയാണ്. ഇതുപോലെ തന്നെ ഒരു നമ്മളിൽ വലിയൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം നമ്മുടെ യുവജനങ്ങളുടെ ഒരു കുടിയേറ്റം. നമുക്കൊരു +2 കഴിഞ്ഞ പിള്ളേരെ KCYM-ലേക്കാണെങ്കിലും JCU ഒന്നിലും കാണാൻ പിള്ളേരെ കിട്ടാനില്ല, ഒന്നിനും അവൈലബിലിറ്റി ഇല്ല. ഉള്ളവർ വല്ല എൻട്രൻസ് കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഭൂരിഭാഗം കുട്ടികളും വിദേശത്തേക്ക്. നമ്മളിപ്പം ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പിള്ളേരെ ജർമ്മനിക്ക് വിടാൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വിടാൻ ആ ഒരു ട്രെയിനിങ്ങിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത്. അപ്പം അത് നമുക്കൊരു ആശങ്ക തോന്നുന്നില്ല ആ ഒരു കാര്യത്തിൽ? തീർച്ചയായിട്ടും കേരള സഭയ്ക്ക് അതൊരു വലിയ നഷ്ടമായിട്ട് വരാം. പക്ഷേ സീറോ മലബാർ സഭ ലോകം മുഴുവൻ പ്രചരിച്ചതും ഗ്ലോബൽ ആയതുമൊക്കെ ഈ കുടിയേറ്റം കൊണ്ടാണ്. ഇതുകൊണ്ടാണല്ലോ ഷിക്കാഗോ രൂപത വന്നത്, ഇതുകൊണ്ടാണല്ലോ മെൽബണിലും കാനഡയിലും ഒക്കെ നമുക്ക് രൂപത വന്നത് കുടിയേറ്റം കൊണ്ടാണ്. കുടിയേറ്റം ഈ സുറിയാനിക്കാരൻ്റെ, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരുടെ രക്തത്തിലുള്ളതാണെന്ന് പറയും. കാരണം മലബാർ കുടിയേറ്റം ഉണ്ടായി. കേരളീയരുടെ രക്തത്തിലുള്ളതാണെന്ന് പറയും. കാരണം കേരളീയരാണ് ഏറ്റവും ആദ്യം ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നത്. ഒരിടയ്ക്ക് ബോംബെ മുഴുവൻ മലയാളികളായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ആക്കിയതിൽ ഒരു പ്രധാന പങ്ക് മലയാളികൾക്കാണ്. ഇങ്ങനെ ജോലി അന്വേഷിച്ച്, കാരണം മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്ക് ഈ നിസ്സാര ശമ്പളം പോരാ. ഇപ്പം BTech പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് 15,000 രൂപ 20,000 രൂപ ശമ്പളം കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പം അത് ഈ നമ്മുടെ സമൂഹത്തിൻ്റെ പരാജയമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. അത് സഭയ്ക്ക് കൊടുക്കാൻ പറ്റുകയില്ല. സഭയെന്ന് പറയുന്നത് ഒരു സേവന പ്രസ്ഥാനമാണ്, ഒരു എംപ്ലോയർ അല്ല. എംപ്ലോയർ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റാണ്, സംസ്ഥാനമാണത് ചെയ്യേണ്ടത്. പൗരന്മാർക്ക് സാമാന്യം നല്ല ഒരു സാമ്പത്തിക അവസ്ഥ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതൊന്നും നടക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് ശമ്പളമുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. കൂലി ഏറ്റവും കൂടുതൽ കിട്ടുമെങ്കിലും ക്വാളിഫൈഡ് ജോബ്സിൽ ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താനാവുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷന് നല്ല സ്കോപ്പുണ്ട് വിദേശ രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺപിള്ളേർ ഒന്നടങ്കം നേഴ്സിങ്ങിനും ആൺപിള്ളേരും പോവുകയാണ്. എനിക്കൊരു ആശങ്ക, അവർ പോകുന്നതിലല്ല, അതിനകത്ത് ജില്ലാ കളക്ടറാകാൻ പൊട്ടൻഷ്യലുള്ള പെൺപിള്ളേരുണ്ട്. IAS എഴുതിയാൽ കിട്ടുന്ന കുട്ടികളും ഈ മൈഗ്രേഷന് പുറത്ത് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നേരെ ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോവുകയാണ്. അവർ പിന്നെ അവിടുത്തെ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മെച്ചപ്പെട്ട നല്ല പ്രൊഫഷൻസിലേക്ക് ഈ കുട്ടികൾക്ക് വരാം. പക്ഷെ ആ വഴികളെല്ലാം അങ്ങ് അടഞ്ഞു പോവുകയാണ്. അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഒരുപക്ഷെ സിവിൽ സർവീസ് എക്സാമൊക്കെ ഈസി ആയിട്ട് പാസ്സാകുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ കുട്ടികൾ ആ മേഖലയിലൊന്നും വരാതെ എല്ലാവരും അങ്ങ് ഒന്നടങ്കം പോകുമ്പോൾ അതൊരു ആശങ്കയെന്ന് പറയുന്നത്, നമ്മുടെ ഒരു കഴിവുള്ള യുവതയെ നമുക്കങ്ങ്
നഷ്ടപ്പെട്ടു പോവുകയാണ്. പഠിക്കാൻ കഴിവുള്ള പിള്ളേരും നഴ്സിംഗിലേക്ക് മാത്രം എല്ലാവരും കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. അതിലേക്ക് മാറുകയാണ്. നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിലാണെങ്കിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നു, കേരള ഗവൺമെന്റിലാണെങ്കിലും PSC അതൊന്നും എഴുതാൻ നമ്മുടെ പിള്ളേരില്ല എന്നുള്ളതാണ്. പിള്ളേ എഴുതുന്ന പോലുമില്ല. പിന്നെ PSC ഒക്കെ എഴുതിയാൽ എന്നാണ് ജോലി കിട്ടുന്നത് എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു. പിതാവേ, ഞാൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ എനിക്ക് 35 വയസ്സാകുമ്പോൾ ജോലി കിട്ടിയിട്ട് കാര്യമില്ല, എനിക്കൊരു പെണ്ണ് കെട്ടണ്ടേ. അവൻ്റെ ന്യായമായ ചോദ്യമാണ്. ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല. അവർ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുത്തുകൂടെ? പക്ഷെ അങ്ങനത്തെ നമ്മുടെ സ്റ്റേറ്റിൻ്റെതായ സമൂഹത്തിൻ്റെതായ ഒത്തിരി കുറവുകൾ ഈ മൈഗ്രേഷൻ്റെ പിന്നിലുണ്ട്. പക്ഷേ മൈഗ്രേഷൻ അതിൻ്റെതായ നന്മകളുണ്ട്. എനിക്ക് തോന്നുന്നത് KCYM ഉം ജീസസ് യൂത്തും എല്ലാം ജർമ്മനിയിലും കാനഡയിലും അമേരിക്കയിലും തുടങ്ങുക മാത്രമാണ് ഇതിനൊരു പരിഹാരം. ഏതായാലും നമ്മുടെ രൂപതകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ഒരു സുരക്ഷിതത്വം അവർക്കുണ്ട്. ജീസസ് യൂത്ത് ഇപ്പോൾ ഒരു 10-35 രാജ്യങ്ങളിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇന്റർനാഷണൽ ഓഫീസാണ് ഇവിടെ അടുത്തുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ വരുന്നു. നമുക്ക് പ്രത്യാശയോടെ തന്നെ മുന്നേറാം. ദൈവജനമാണ് സഭ എന്ന് പറയുമ്പോൾ ദൈവജനത്തിനൊരിക്കലും ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൊരു അൽമായർക്ക് അങ്ങനെ ഒരു തോന്നൽ ഇപ്പോഴും ആ ഒരു ഇപ്പോൾ ഒരു സിനഡ് ഇപ്പം നമ്മൾ എല്ലാ തരത്തിലും സിനഡൽ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും അൽമായർക്ക് പൂർണ്ണമായിട്ടും കുറച്ച് പേർക്ക് ഇപ്പം സഭയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പം പാരിഷ് കൗൺസിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രം അല്ലാത്ത ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു സഭയുടെ ഭാഗമാണെന്ന് ഒരു തോന്നലില്ല. അവർ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു ബോധ്യം അൽമായറിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ? അല്ല, അത് ഏത് രീതിയിലാണ് അൽമായർ അത് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് ചെയ്താൽ അവർക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവും, അതാണ്. ഈ നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ദൈവജനം എന്ന് പറയുമ്പോൾ അൽമായർ മാത്രമല്ല. ദൈവജനത്തിൽ മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഉണ്ട്. പിന്നെ ഈ തറയിൽ തോമസ് എന്ന ഞാൻ വൈദികനായിട്ടോ മെത്രാനായിട്ടോ ജനിച്ച ആളല്ല. ഞാൻ 28 വയസ്സിൽ പട്ടം കിട്ടുന്നോടം വരെ ഞാൻ അൽമായൻ തന്നെയായിരുന്നു. ഓക്കെ, ഡീക്കൺ പട്ടം കിട്ടുന്നോടൊപ്പം ഒരു 27 വയസ്സ് വരെ ഞാൻ അൽമായൻ തന്നെയായിരുന്നു. അപ്പോൾ അൽമായരിൽ നിന്ന് ശുശ്രൂഷാ പൗരോഹിത്യം, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിച്ച് നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അവർക്കൊരു വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് അവരങ്ങ് വേറിട്ട് നിൽക്കുന്നത് നമുക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരേ സഭയുടെ അംഗങ്ങളാണ്. ഈ മെത്രാന്മാർ സിനഡ് കൂടുന്നത് അവരുടെ മാത്രം അഭിപ്രായം പറയാനല്ലല്ലോ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 4 ലക്ഷം പേരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ പിതാക്കന്മാർ സിനഡിൽ പങ്കെടുക്കുന്നത്. അപ്പം അല്ലാതെ ഈ മെത്രാന്മാർ 50 പേരുടെ മാത്രം അഭിപ്രായമല്ല ഇത് ദൈവജനത്തിന് വേണ്ടി ഇവർ സംസാരിക്കുകയാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ കുഴപ്പമില്ല. ഇനി അൽമായർക്ക് എവിടെയാണ് സംഗതികൾ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ പൊതുയോഗമുണ്ട്. പൊതുയോഗത്തിൽ അൽമായർക്ക് വരാം, അഭിപ്രായം പറയാം, അവർക്ക് പള്ളിയുടെ കണക്ക് ചോദിക്കാം, പള്ളിയുടെ കാര്യങ്ങൾ, അവർക്ക് തീരുമാനങ്ങളിൽ അവരും പങ്കാളികളാണ്. പൊതുയോഗം. പക്ഷേ 2000 വീട്ടുകാരുള്ള ഒരു ഇടവകയിലെ പൊതുയോഗത്തിൽ വരാൻ പോകുന്നത് കൂടിപ്പോയാൽ 100 പേരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല, അവർ ഇൻട്രസ്റ്റഡ് അല്ല. അത് പള്ളിയും കാര്യങ്ങളൊക്കെ അത് നടന്നോട്ടെ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അൽമായർക്ക് സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അൽമായരെ അൾത്താരെ കയറ്റുന്നതല്ല സ്ഥാനം. അൾത്താരെ നിൽക്കേണ്ടവർ അൾത്താരെ നിൽക്കണം. അതേസമയം അൽമായരുടെ സ്ഥാനം ഉണ്ട്. ബിസിനസ് രംഗത്ത് അൽമായർക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും, അതവർ ചെയ്യണം. അതുപോലെ ലോകത്തിൻ്റെതായ ഒത്തിരി മേഖലകളിൽ അൽമായർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ജീസസ് യൂത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒത്തിരി മേഖലകളിൽ. ഞങ്ങൾക്ക് വൈദികർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കോളേജുകളും സ്ഥാപനങ്ങളും ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ, സ്ഥാപനങ്ങൾ, അവിടെയൊന്നും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഒന്നും ചെല്ലാൻ പറ്റിയല്ല. അവിടെ ഈ ജീസസ് യൂത്തുകാർക്ക് എല്ലാം ക്യാമ്പസ് മീറ്റ് ഉണ്ട്. അതാണ് അൽമായർക്ക് അവരുടേതായ ഒരു വലിയ ലോകമുണ്ട് ശുശ്രൂഷയ്ക്ക്. അതല്ലാതെ ഈ ആൾക്കാരെ മാത്രം നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ വേർതിരിക്കപ്പെട്ട് ആൾക്കാരേക്ക് വരണം. ഈ ഒരു ബോധ്യമാണ് കിട്ടാത്തത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സെക്കുലർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് മിനിസ്ട്രീസ് ഉണ്ട് ജീസസ് യൂത്തിന്, എല്ലാ ഫീൽഡിലും നമുക്കുണ്ട്. പക്ഷെ ആ ഒരു ബോധ്യത്തിലേക്ക് ആൾക്കാർ എത്തുന്നില്ല. ഒരു വിമർശന ചിന്താഗതിയോടുകൂടിയാണല്ലേ ഭൂരിഭാഗവും കാണുന്നത്. എന്നാൽ ഈ വിമർശിക്കുന്നവരോടൊന്നും വാ എന്ന് പറഞ്ഞാൽ അവരോട്ട് വരുത്തില്ല കേട്ടോ. അതാണ് നമുക്ക് അത്ഭുതം. നിങ്ങളും കൂടെ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അത് ചെയ്യാം. അതിപ്പം നിങ്ങളങ്ങ് ചെയ്തോളാൻ പറയും. എന്നല്ലാതെ ഒരു ഇത് അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താൽ ഈ അൽമായർക്ക് പ്രാതിനിധ്യം കിട്ടിയെന്ന് അവർക്ക് ബോധ്യപ്പെടും, അതെനിക്ക് അറിഞ്ഞുകൂടാ. ക്രമേണ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ യൂത്ത് അവബോധം ഒന്ന് വളർന്നാൽ മതി. അവബോധം, ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദി ചേർച്ച്. അതാണ് സഭയ്ക്കെതിരെ പലതരത്തിൽ
ആഗോള കത്തോലിക്ക സഭ എടുത്തു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും റീത്തുകളിലും ഒക്കെ പ്രശ്നങ്ങളുമുണ്ട്. ഇത് സഭയുടെ പ്രതിച്ഛായ തകർക്കുന്നോ അല്ലെങ്കിൽ സഭ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സഭ ഇല്ലാതാവുന്നൊക്കെ കരുതുന്നുണ്ടോ? ഈ സഭയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുരിശ് നടുക്ക് വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. കുരിശ് അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. അതിനെ കർത്താവ് ആ കുരിശിലൂടെ അതിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റി. പക്ഷേ അപമാനങ്ങളിലൂടെയും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കുരിശെടുത്തോണ്ട് പിന്നാലെ വരാൻ പറഞ്ഞത് അപമാനിക്കപ്പെട്ട് പിന്നാലെ വരാൻ തന്നെയാണ്. ആ അനുഭവങ്ങളിലൂടെ സഭ ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 34 രൂപതകളിൽ പ്രശ്നമില്ല, അതാരും മിണ്ടുന്നില്ല. ഒരു രൂപതയിലെ പ്രശ്നം മാധ്യമങ്ങളെ എല്ലാം കൂട്ടുപിടിച്ച് ഒരു ഭയങ്കര ഇൻ്റർനാഷണൽ സംഭവമാക്കി മാറ്റി സഭ അവിടെ അപമാനിക്കപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു അപമാനത്തിൻ്റെ സഹനത്തിൻ്റെ ഒരു അനുഭവമാണ് സഭയ്ക്ക്. എൻ്റെ വിചാരം ഉത്ഥാനം ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കൊരിക്കലും തളർച്ച ഉണ്ടാകത്തില്ല. കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം സഭയിൽ പ്രശ്നങ്ങളുണ്ട്. അതേസമയം ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എനിക്ക് വലിയ വിശ്വാസമാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഉത്ഥാനം ഉണ്ടാവും. സഹനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയാണ് ഉത്ഥാനം ഉണ്ടാകുന്നത്? കുരിശുമരണം ഉണ്ടായാലേ ഉദ്ധാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സഭ ഇപ്പം ഈ അടുത്ത നാളിൽ സഭ സഹിക്കുന്നത് മുഴുവൻ സഭയ്ക്ക് ഒന്നുമില്ലാത്ത നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ്. പല സ്ഥലങ്ങളില് പല രാജ്യങ്ങളിൽ എതിർപ്പ് മാർപ്പാപ്പയ്ക്കെതിരെ എതിർക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ മൊത്തത്തിലുള്ള ഈ എതിർപ്പിന്റെ ഒരു അടിസ്ഥാനമായിട്ട് വരികയാണെങ്കിൽ ചെന്നപ്പോൾ നമുക്ക് സഭയെ ആശ്രയിച്ച് അതിനകത്ത് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല. പക്ഷേ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആരെങ്കിലുമൊക്കെ വിമർശിക്കണമല്ലോ. ആ രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കപ്പെട്ട് അങ്ങ് പോവുകയാണ്. ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുമല്ലോ, അതായത് സത്യം പോലെ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ്, സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്ന പോലെ സത്യം പോലെ തോന്നിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സഭയെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. അല്ലാതെ സഭയ്ക്ക് ആശ്രയിച്ച് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സഭയോ ഒന്നുമല്ല നമ്മുടെ സഭ. നമ്മുടെ സഭ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റും നേരും നിറവും എല്ലാം ഉള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. ഒത്തിരി ധാർമ്മികമായിട്ട് ജീവിക്കുക. അധാർമികത എവിടെ കണ്ടാലും അന്നേരം തന്നെ നടപടിയെടുക്കാൻ ഒരു വിമുഖതയും കാട്ടാത്ത സഭയാണ് നമ്മുടെ സഭ ഇപ്പോഴും. പക്ഷേ പലതും തെറ്റിദ്ധാരണകളും ഒക്കെയാണ്. പലതും ആ രീതിയിൽ കൃത്യം അതിന് മറുപടി കൊടുക്കാൻ സഭയ്ക്ക് പലപ്പോഴും സാധിക്കില്ല. സഭ പലരുടെയും അഭിമാനം വ്രണപ്പെടാതെ നോക്കണം. അതുകൊണ്ട് തന്നെ സാരമില്ല, നമുക്ക് സഹിക്കാം, എന്നാലും അവർക്കൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് പലപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കും. അത് ചിലപ്പോൾ എതിർ പാർട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. ഇവർ മിണ്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് അടിച്ച് അസൃത്തിയാക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകൾ സഭയിൽ പരക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ വേദനകളും സഹനങ്ങളും ഒന്നും വെറുതെ ആവില്ല. വെറുതെ ആവുകയാണെങ്കിൽ കുരിശ് വെറുതെ ആവും. കുരിശ് ഉത്ഥാനത്തിലേക്ക് നയിച്ചെങ്കിൽ, കുരിശ് പുഷ്പിക്കുന്ന കുരിശിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയാറില്ലേ, കുരിശ് പുഷ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സഹനങ്ങളും പുഷ്പിക്കും. സഭയിലും ഒരു വസന്തകാലം തീർച്ചയായിട്ടും. പിന്നെ സഭ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും വിജയിക്കുന്ന ഒരു സഭ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. സഹന സഭയാണ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സഭ, സഹിക്കുന്ന സഭ തന്നെയാണ്. അല്ലാതെ ഒരു വിജയത്തിൻ്റെയും രാജ്യാധികാരത്തിൻ്റെയും ഒന്നും ഒരു കാലഘട്ടം സഭയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് കാലഘട്ടത്തിലാണ് സഭയ്ക്ക് പ്രശ്നങ്ങളില്ലായിരുന്നില്ല? ഏത് കാലഘട്ടത്തിലാണ്? എന്നും സഭയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇച്ചിരിയും കൂടെ അത് എക്സാജറായിട്ടാകുന്നു മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും രൂക്ഷമായ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോയിട്ടുണ്ട്. വ്യക്തിപരമായൊരു ചോദ്യം, നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പിതാവിൻ്റെ കുറച്ച് തമാശ നിറഞ്ഞ ചെറിയ ക്ലിപ്പിങ്സ്, അതുപോലെ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതും ഇതൊക്കെ ആളുകളെ യൂത്തിനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ ഞാൻ കണ്ട ഒരു സാധനം, എപ്പോഴും പിതാവിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അത് ഈ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ശാന്തമായി ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കണമെന്നില്ല കേട്ടോ, അത് നമ്മുടെ ഒരു സ്വതവേ ഉള്ള ഒരു ശൈലി ആയിരിക്കാം വിചാരിക്കുന്നു. സൈക്കോളജിക്കൽ ടെക്നിക്കൊന്നും ആകാൻ സാധ്യതയില്ല. അത് പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ചിന്ത, നമുക്കൊരു ഡയലോഗ് നടത്തുന്നത് പോലെ മനുഷ്യരോട് സംസാരിക്കാമല്ലോ, അതായിരിക്കും ഏറ്റവും നല്ലത്. വലിയ ആക്രോശിച്ച് സംസാരിക്കുന്നതിനേക്കാളും ഒരു ഡയലോഗ് നടത്തുന്നത് പോലെ. മറ്റേ ആളുകൾ ബോറടിച്ച് ഉറക്കം വരുമല്ലോ, ഒരു പ്രസംഗം ഒരു 2 മിനിറ്റ് കൂടുതൽ കേൾക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലല്ലോ. സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളോട്. അതാണ് ഞാൻ പിന്നെ ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നുള്ളത് തന്നെ എനിക്കൊരു കാലത്ത് വലിയ വിസ്മയമായിരുന്നു. കാരണം നമ്മളിത് ഇങ്ങനെ വരുമെന്ന് ഓർക്കാതെ
വളരെ സ്വാഭാവികമായിട്ട് ഓരോ സ്ഥലത്ത് എന്ന് പറയുന്ന പ്രസംഗങ്ങളാണ്. അവിടെയുള്ള ഓഡിയൻസ് ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളും ചിരിക്കുന്നതാണ്. അപ്പോൾ അവർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ തമാശ പറയാൻ തോന്നും. പക്ഷേ ഇതൊക്കെ മീഡിയയിൽ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെയാണ് ആദ്യം ടെൻഷൻ. കർത്താവ് വല്ലതും കുഴപ്പമില്ല പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ എൻ്റെ ഒരു വലിയ സന്തോഷം, അല്ല, നമ്മൾ ഒരു 500 പേരുള്ള ഒരു സദസ്സിനോട് പറഞ്ഞത് ഇന്ന് 5000 പേര് കേൾക്കുന്നു. അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരും സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കണം, ഈശോയെ പറയണം. ഇപ്പോൾ ഒരു വലിയ പട്ടണം പോലാണല്ലോ സോഷ്യൽ മീഡിയ, അല്ലേ? ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മിനിമം 500 പേര് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഡിജിറ്റൽ എവാഞ്ചലൈസേഷൻ നന്നായിട്ട് നടത്തണം. മാർപ്പാപ്പ ന്യൂ കോണ്ടിനെന്റ് എന്നാണല്ലോ ഡിജിറ്റൽ മിഷനറീസ് ആകണമെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ടല്ലോ. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി പേര് ഈശോയെ അറിയും. ഇനി അവസാനമായിട്ട് നമ്മുടെ ജീസസ് യൂത്ത് യുവജനങ്ങളോട് അല്ലെങ്കിൽ മൊത്തം നമ്മുടെ യൂത്തിനോട് പിതാവിന് എന്താണ് പറയാനുള്ളത്? യുവജനങ്ങളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറന്നുപോയ ഒരു വശം സഭയിൽ സുവിശേഷവൽക്കരണത്തിൻ്റെതാണ്. നമ്മൾ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനെ ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനുമായിട്ട് തരംതിരിച്ചു. എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇൻഡയറക്റ്റായിട്ട് അങ്ങ് ഇവാഞ്ചലൈസ് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ഇവാഞ്ചലൈസ് ചെയ്യണ്ട. പക്ഷേ സുവിശേഷത്തിൽ അങ്ങനെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒന്നുമില്ല. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയാനാണ്. നമ്മളത് ലംഘിച്ചു. 2 കൽപ്പനകളാണ് നമ്മൾ ലംഘിച്ചത്. ഒന്ന്, ആദ്യം നമ്മൾ വളരാനായിട്ട് 2 കൽപ്പനയാണ് ദൈവം തന്നത്. ഒന്ന്, നിങ്ങൾ പെരുകി ലോകം കീഴടക്കുകയും, അത് നമ്മൾ ലംഘിച്ചു, പിള്ളേരില്ല. 2, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സുവിശേഷം പറയും, അതും നമ്മൾ നിർത്തി. നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്നു എന്ന് പറയുന്നത് എന്താ? എൻ്റെ മാതാവേ എനിക്ക് കുഴപ്പമൊന്നും വരരുതേ, അതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് അനുഗ്രഹം കിട്ടിയത് കൊണ്ട് നീ അത് പ്രഘോഷിക്കണം, അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലാതെ പോയി. എനിക്കൊന്ന് കത്തോലിക്കാ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കുറവ് അവിടെയാണ്. പ്രൊട്ടസ്റ്റൻസ് ഒക്കെ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനിൽ ധൈര്യമുണ്ട്. സുവിശേഷം പറയാൻ ധൈര്യം കാണിക്കണം. സുവിശേഷം പറയുന്നു എന്നുള്ളതിൽ ലജ്ജിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സുവിശേഷം പറയുന്ന ചെറുപ്പക്കാരൊന്നും ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകത്തില്ല. കാരണം അവനെ സംബന്ധിച്ച് അതൊരു ദൗത്യമാണ്. അതാണ് എനിക്ക് ജീസസ് യൂത്തിനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ. നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം പറഞ്ഞ് ലോകത്തെ മുഴുവൻ പ്രശോഭിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പിതാവേ, ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും നല്ല കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. സന്തോഷം കേട്ടോ.